പ്രവാസി സുഹൃത്തുക്കളോട് ഒരു കാര്യം, മിക്കവാറും പ്രവാസികളെ നാട്ടിൽ വന്ന് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പല പ്രവാസികളും ജോലി റിസൈൻ ചെയ്ത് നാട്ടിൽ സെറ്റിൽ ആവാൻ വന്നിട്ട് ഈ പന്തടിച്ച് പോകുന്ന പോലെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിട്ടുണ്ട്. എന്നുവെച്ചാൽ നാട്ടിൽ ജീവിക്കാൻ നല്ലോണം പൈസ വേണം. അതുകൊണ്ട് നിങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് നല്ല രീതിയിൽ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിടുക. മ്യൂച്വൽ ഫണ്ടുകൾ, പെൻഷൻ ഫണ്ടുകൾ, ടേം ഇൻഷുറൻസ്, ഇതൊക്കെ ഫറലായിട്ടും നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഞാനിപ്പോ ഈ ക്രൈസിസ് സമയത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇൻക്വയറീസ് വന്നിരുന്നു, ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ്സ് നമ്മൾ കൺവേർട്ട് ചെയ്തിരുന്നു. കൂടുതലും പെൻഷൻ ഫണ്ടും മ്യൂച്വൽ ഫണ്ട്സും ആണ്. ഇപ്പൊ നിങ്ങൾ അവിടെ എത്തി അതിലോ എമിറേറ്റ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത് നാട്ടി വരുമ്പോൾ ഒരു പ്രോപ്പർ ഇൻകം ഇല്ലെങ്കിണ്ടല്ലോ പട്ടി വില ആയിരിക്കും. നിങ്ങൾ ആനായിരുന്നു കുതിരായിരുന്നു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമല്ല. ജീവിക്കാൻ നല്ലോണം പൈസ വേണം. പണ്ടത്തെ പോലെ ഒന്നുമല്ല. ഒരു 5000 രൂപ നിങ്ങൾ കടം ചോദിച്ചു കിട്ടൂല. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരാളെ കണ്ടിട്ട് പോലും നിങ്ങൾ നാട്ടിലേക്ക് വരണ്ട. നാട്ടിൽ അത്യാവശ്യം ഫണ്ട് ഉണ്ടോ, നല്ല വെൽത്ത് കോർപ്പസ് ഉണ്ടോ, അത്യാവശ്യം എല്ലാ മാസം കിട്ടുന്ന ഒരു പെൻഷൻ ഫണ്ട് ഉണ്ടോ, നാട്ടിൽ വന്നോ സെറ്റിൽ ആയിക്കോ. അതല്ലേ തിരിച്ച് എപ്പോ പോയിന്ന് ചോദിച്ചാൽ മതി. നാട്ടിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കേട്ടോ, നല്ല ചെലവാണ്, നല്ലോണം പൈസ വേണം. അപ്പൊ നാളല്ല ഇന്ന് തന്നെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ പ്രവാസികൾ നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം, ഏതൊക്കെ ചെയ്യാൻ പാടില്ല, നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നല്ല ഫണ്ടുകൾ ഏതൊക്കെയാണെന്ന് അറിയാനായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ.